ഹായ് ഗായ്സ്. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ടാനിങ്ങിനെ കുറിച്ചാണ്. 1.5 വർഷത്തോളായിട്ട് ഞാൻ സ്കൂട്ടി റൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്കൂട്ടി റൈഡ് ചെയ്യുന്ന എന്റെ കൈയിന്റെ അവസ്ഥ, കൈയിന്റെയും കാലിന് അത്ര പറിച്ചിട്ടില്ല, എന്നാലും കൈയിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെ വാച്ച് കിട്ടുന്ന ഭാഗമാണ്. ഇവിടെ കുറച്ച് കളറ് ഒഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ട് നല്ല രീതിയിൽ ടാൻഡായിട്ടാണ് ഉള്ളത്. ഈ ഈ കൈയും സെയിം പോലെ തന്നെയാണ്. ഇപ്പൊ ഈ ഭാഗത്ത് ഇതിങ്ങനെ അടിയിൽ പോകുന്നതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് അത്ര ടാൻ ഉണ്ടാവില്ല. ഈ ഭാഗത്ത് അത്ര ടാൻ ബാധിക്കൂല. ടാൻഡ് ആയിട്ടുള്ള എന്റെ ഈ കൈ കാണുന്ന സമയത്ത്, മുമ്പത്തെ എന്റെ കൈയുടെ ഫോട്ടോസ് നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ടാൻഡ് ആയത് മാത്രമല്ല, ഈ സൺലൈറ്റ് ഏറ്റിട്ട് കൈ നല്ല രീതിയിൽ റഫായി ഭയങ്കര സോഫ്റ്റ് ആയ കൈയായിരുന്നു എനിക്ക് മുമ്പ് ഉണ്ടായത്. ഇപ്പൊ ഭയങ്കര ഡ്രൈ ആൻഡ് ഭയങ്കര റഫ് ആയിട്ടാണ് കൈ ഉള്ളത്. പക്ഷെ അതിന് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ഇതും ഒരുമിച്ചാണെങ്കിൽ അതങ്ങ് നടന്നു പോകും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. നമുക്കൊരു 10 days ചലഞ്ച് ചെയ്യാം. ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ റെമഡീസ് വെച്ചിട്ട് 10 days ചലഞ്ച് ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഒരു മിക്സ്ചർ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് തൈര്. ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇരട്ടി മധുരം, ലിക്രോസ് പൗഡർ എന്ന് പറയും, ലിക്രോസ് അങ്ങനെ എന്താണ് അതിന്റെ ഇംഗ്ലീഷ് നെയിം. ഇരട്ടി മധുരം. പിന്നെ മൂന്നാമതായിട്ട് യൂസ് ചെയ്തേക്കുന്നത് മുൾട്ടാണി മിട്ടി, പിന്നെ കടലാമാവ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. തൈര്, ഇരട്ടി മധുരം, മുൾട്ടാണി മിട്ടി, കടലാമാവ്, ഇത്രയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു മിക്സറാണ് നമ്മൾ കയ്യിലേക്ക് ഇന്ന് അപ്ലൈ ചെയ്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്ര റെമഡീസ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺസ്ക്രീനും കവറും ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെയും ടാൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ 10 days നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് എല്ലാം അതുപോലെ തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യം അറിയാൻ പറ്റൂ. ആയിട്ട് ഇപ്പം 1.5 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം ആവാറിയാം. അപ്പൊ അത്രയും കൊല്ലം ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് കംപ്ലീറ്റ് ഉള്ള ടാൻ ഫുൾ ഉണ്ട്. ഞാൻ ഒരു തരത്തിലുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കയ്യിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാറേ ഇല്ല. കാരണം നമ്മൾ ഓരോ പേഷ്യന്റ് കഴിയുമ്പോഴും ഹാൻഡ് വാഷ് ചെയ്യും, പിന്നെ അത് പോവും. ഓരോ മണിക്കൂറും അത് റീഅപ്ലൈ ചെയ്യാൻ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ജോലി തിരക്കിനിടയിൽ എന്തായാലും നമുക്കത് പറ്റൂല. ഫേസിന് ഞാൻ സൺസ്ക്രീൻ രാവിലെ പോകുമ്പോൾ യൂസ് ചെയ്യും. പക്ഷെ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അത് വേർത്തൊരിച്ച് മുഖം കഴുകിയിട്ടൊക്കെ പോകും. മീൻസ് 20 minutes വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് കാണാം. അപ്പൊ ഗൈസ്, ഞാൻ കഴുകിയിട്ട് വന്നിട്ടുള്ള ഫേസ് ഇതാണ്. കേട്ടാ, ഇന്ന് 1ാമത്തെ ഡേ ആയതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. 10 days ആകുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫേസിലാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് 10 days കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം നമുക്ക്.